കേരളത്തിൽ അടുത്തിടയ്ക്ക് ഏറ്റവും വലിയ ചർച്ചയായത് വേടന്റെ ഇഷ്യൂ ആയിരുന്നു. പ്രമുഖ റാപ്പർ വേടൻ എന്ന ഹരൺ ദാസ് മുരളിക്കെതിരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. എന്നാൽ ഈ വിവാദമുണ്ടായപ്പോൾ ഒരു വശത്ത് മാധ്യമങ്ങൾ തിരിഞ്ഞത് മോഹൻലാലിനെതിരെയാണെന്ന് കൂടി ഓർക്കണം. അപ്പോഴത്തേക്ക് മോഹൻലാലിന്റെ ചില കേസുകൾ പൊക്കിക്കൊണ്ടുവരികയും ചെയ്തു മാധ്യമങ്ങൾ. അത് രസകരമായ ഒരു വലിയ ചർച്ചകളിലേക്ക് മാറുകയും ചെയ്തു. പ്രമുഖ റാപ്പർ വേടൻ എന്ന ഹിരൺ ദാസ് മുരളിക്കെതിരെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് കേരള വനം വകുപ്പ് അധികൃതർ സ്വീകരിച്ച നടപടിയെ അനുകൂലിച്ചും എതിർത്തും നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്. വനം വകുപ്പ് സ്വീകരിക്കുന്നത് ശരിയായ നടപടിയാണെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ എന്തുകൊണ്ട് സമാനമായ മാല ധരിക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ളവർക്കെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്നു എന്ന ചോദ്യമാണ് മറുഭാഗം ഉയർത്തുന്നത്. മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കിട്ടിയിരുന്നു. അന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റുകാരുടെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകുന്ന സീൻ ഞാൻ കണ്ടിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന രാംകുമാർ എസ് എന്നയാളുടെ കുറിപ്പിൽ ചോദിക്കുന്നത് മോഹൻലാലിനെതിരെയുള്ള ആനക്കൊമ്പ് കേസ് പിൻവലിക്കണമെന്ന് സർക്കാർ കോടതിയോട് അപേക്ഷിച്ചിരുന്നു. പക്ഷേ ആ അപേക്ഷ കോടതി നിരസിച്ചു. ഇപ്പോഴും വിചാരണ നടക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വേടന്റെ കയ്യിൽ നിന്നും പുലിപ്പല്ല് എന്ന് ആരോപിക്കുന്നു. അത് പുലിപ്പല്ല് തന്നെയാണോ എന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിട്ടില്ല. പക്ഷേ അറസ്റ്റ് ചെയ്തു. ജീപ്പിലിരുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശനം തുടരുന്നു. കൂടാതെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത വേട്ടയാടിയതടക്കം ഉള്ള വകുപ്പുകളും ചുമത്തി. അമ്മ ശ്രീലങ്കയിൽ നിന്നും വന്ന ആളായതുകൊണ്ട് ഇപ്പോൾ തന്നെ തമിഴ് പുലി ചാപ്പ കുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു UAPA കൂടി ചാർജ് ചെയ്ത് അകത്താക്കി കേസ് NIAക്കും കൂടെ കൊടുത്താൽ ഭംഗിയായി. ആരൊക്കെ ഭരിച്ചാലും നിയമം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരാണ് എന്താണ് എന്നൊക്കെ നോക്കി തന്നെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിനെ വേടന്റെ പുലിപ്പല്ല് കേസുമായി കൂട്ടിച്ചേർക്കേണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസാണ് ഇപ്പോൾ വേടൻ ആരാധകരുടെയും ജാതി കുമാരന്മാരുടെയും പ്രധാന ആയുധം. വേടന്റെ കൈവശത്ത് നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയിരുന്നു. അത് വെച്ചാണ് ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നത്. ഇത് പറയുന്നവരിൽ നിയമവിദഗ്ധരും ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് KD നിഷാന്ത് പെരുമന എന്നയാൾ അഭിപ്രായപ്പെടുന്നത്. രണ്ട് കേസുകളും നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഫാക്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാം. മോഹൻലാലിന്റെ കൊച്ചി തേവരയിലെ വീട്ടിൽ 2011 ഡിസംബർ 21 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തുന്നതാണ് കേസിന് ആധാരം. ആദായ നികുതി വകുപ്പ് ഈ കേസ് വന്യജീവി വകുപ്പിന് കൈമാറി. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ 2015 ഡിസംബർ 2 കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി. മോഹൻലാൽ ആയിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതി. സമാനമായി വേടനെ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പുലിപ്പല്ല് ഉണ്ടായിരുന്നു. പോലീസ് കേസ് എടുക്കാൻ വന്യജീവി വകുപ്പിന് കേസ് കൈമാറി. ഇന്ത്യൻ നിയമം അനുസരിച്ച് വന്യജീവികളുടെ ഈ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് പൂർണ്ണമായ നിരോധനം ഉണ്ടായിരുന്നു. 2003 ഭേദഗതി പ്രകാരം ഇതിന് ലൈസൻസ് ഉൾപ്പെടുത്തി കൈവശം വെക്കാം. അതായത് ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഗവൺമെന്റിന്റെ അനുമതി, അതായത് ലൈസൻസ് ഇല്ലാതെ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഒരു തരത്തിലും കൈവശം വെക്കാൻ അനുമതി ഇല്ല. ഇത് വ്യാപാരം ചെയ്യാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. നിയമപ്രകാരം ഒരാൾക്ക് ഒരു വസ്തു ലഭിച്ചതിനെ പറ്റി കൃത്യമായ വിവരവും തെളിവുകളും സത്യവാങ്മൂലവും സർക്കാരിന് നൽകുമ്പോഴാണ് ലൈസൻസ് അനുവദിക്കുന്നത്. മൃഗങ്ങളുടെ വേട്ടയാടലും വിൽപ്പനയും തടയുന്നതിനാണ് ഈ നിയമം നിലവിൽ ഉള്ളത്. ഇവിടെ മോഹൻലാലിനും വേടനും സർക്കാർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്യജീവി വകുപ്പ് കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും. അത് 2 കേസിലും നടന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ കേസിൽ അതിലെ തന്നെ പ്രതികളിൽ ഒരാളായ കൃഷ്ണകുമാറിന്റെ കൃഷ്ണൻകുട്ടി എന്ന ആന ചരിഞ്ഞപ്പോൾ ആ കൊമ്പ് മോഹൻലാലിന് സമ്മാനമായി നൽകിയതാണെന്നും കൊമ്പുകൾ കാട്ടാനയുടേതല്ലെന്നുമായിരുന്നു വനം വകുപ്പിന്റെ കണ്ടെത്തൽ. വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് ആനക്കൊമ്പ് തിരിച്ചു നൽകുകയും ചെയ്തു. മോഹൻലാൽ ഈ കൊമ്പ് വിലയ്ക്ക് വാങ്ങിയിട്ടില്ല, മറിച്ച് സമ്മാനമായി ലഭിച്ചതാണ്. വേടനും പുലിപ്പല്ല് വിലയ്ക്ക് വാങ്ങിയതല്ല, സമ്മാനമായി ലഭിച്ചതാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ പുലിയെ ആരും വളർത്താറില്ല. ആനയെ പോലെ അതിന് നിയമവും ഇല്ല. ഇവിടെയാണ് മോഹൻലാലിന്റെ കേസും വേടന്റെ കേസും തമ്മിൽ പ്രധാന അന്തരം. മോഹൻലാൽ കേസ് നിലവിൽ ഉള്ളപ്പോൾ തന്നെ 2015 ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ അനുമതിക്ക് സർക്കാരിനെ സമീപിച്ചിരുന്നു. തന്റെ കയ്യിലുള്ള ആനക്കൊമ്പ് എങ്ങനെ ലഭിച്ചതാണെന്നും അതിന്റെ സോഴ്സും വ്യക്തമാക്കിയാണ് കൈവശാവകാശത്തിന് അപേക്ഷിച്ചത്. അന്വേഷണത്തിൽ ആനക്കൊമ്പ് മോഹൻലാലിന്റെ സുഹൃത്ത് കൃഷ്ണകുമാറിന്റെ കൈവശാവകാശത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന ആന ചരിഞ്ഞപ്പോൾ സമ്മാനമായി ലഭിച്ചതാണെന്നും കണ്ടെത്തി വനം വകുപ്പ് മോഹൻലാലിന് ലൈസൻസ് നൽകി. ലൈസൻസ് നൽകിയ ശേഷം മോഹൻലാലിന്റെ അപേക്ഷ പ്രകാരം സർക്കാരും ലൈസൻസ് കൈവശമുള്ളതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നും കേസ് അവസാനിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ട് പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. പ്രതികൾക്ക് നോട്ടീസ് അയച്ച് തുടർന്ന് മോഹൻലാലും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ അപേക്ഷ പരിഗണിച്ച് അപേക്ഷ തള്ളിയ പെരുമ്പാവൂർ കോടതി വിധി റദ്ദാക്കി കേസിന്റെ തുടർ നടപടി സ്റ്റേ ചെയ്യാനും ഉത്തരവിട്ടു. ഒപ്പം മോഹൻലാലിന് ലൈസൻസ് നൽകിയതിനെതിരെ എറണാകുളം സ്വദേശി പൗലോസ് എന്നയാൾ നൽകിയ കേസും കോടതി തള്ളി. നിയമപ്രകാരമാണ് ലൈസൻസ് നൽകിയത് എന്നും പ്രശസ്തി മാത്രമാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും കോടതി നിരീക്ഷിച്ചു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് മോഹൻലാലിന് ആനക്കൊമ്പ് കേസ് മുന്നോട്ട് പോയത്. ഇവിടെ വേടന്റെ കേസിനും ഇതുതന്നെ ബാധകമാണ്. പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയതാണ്, അതിന്റെ സോഴ്സ് എന്താണ്, ഇടപാടിൽ കച്ചവട താല്പര്യം ഉണ്ടോ എന്നിവ നിയമപരമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാണ് പോലീസ് ഈ കേസ് വന്യജീവി വകുപ്പിന് കൈമാറിയിരിക്കുന്നതും. അന്വേഷണത്തിൽ
പുലിപ്പല്ല് കേസിൽ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി പറയുകയാണ്. പെരുമ്പാവൂർ CGM കോടതിയുടെ ജാമ്യം ഉത്തരവിലാണ് പ്രഥമദൃഷ്ടി കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തിയിട്ടില്ല. നിലവിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. സമാനമായ കുറ്റകൃത്യങ്ങളിൽ വേടൻ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നും ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു. അതേസമയം വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദൗർഭാഗ്യകരം എന്നാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. പുലിപ്പല്ല് കേസ് കേന്ദ്ര നിയമപ്രകാരം എടുത്തതാണെന്നും നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വേടനെതിരെ പുലിപ്പല്ല് കേസെടുത്തതിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. എന്നാൽ വേടന്റെ അറസ്റ്റിൽ മന്ത്രിയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. അറസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് മന്ത്രി ആദ്യം സ്വീകരിച്ചിരുന്നത്. നിലവിലെ മന്ത്രിയുടെ നിലപാട് മാറ്റത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ട്. മന്ത്രിയിൽ നിന്നും ഉണ്ടായ വിമർശനത്തിൽ ഉദ്യോഗസ്ഥർ അമ്പരപ്പിലാണ്. വേടനെ അറസ്റ്റ് ചെയ്തത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങിയതിനു ശേഷമാണ്. അറസ്റ്റിന് ശേഷം മന്ത്രി നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നും കൈയടി ലഭിക്കുന്നതിന് വേണ്ടി മന്ത്രി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് മന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നാണ് വനം വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ വിമർശനം. വേടനെതിരെയുള്ള കേസിൽ തൽക്കാലം തുടരന്വേഷണം ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്.